കുളച്ചേമ്പാണ്. ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വളർന്നു വരും. ഇപ്പോൾ ഞാനൊരു ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേ ഇതൊന്ന് നല്ല ഉഷാറായിട്ട് വരും. കോവൻ്റെ വള്ളിയാണ്. ഇപ്പോൾ കുഴപ്പമില്ല. ഇടയ്ക്ക് പുഴുണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞ് ഇപ്പോൾ അടിപൊളിയായിട്ട് വരുന്നു. ഒരു 5 മൂട് വഴുതന വെച്ചായിരുന്നു. അപ്പോൾ നല്ല ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇതൊരു നീല വഴുതനയാണ്. ഇതിൽ നിൽക്കുന്ന പയറൊക്കെ കണ്ടോ, നല്ലോണം പയർ പിടിക്കുന്നുണ്ട്. ഈ ഇനം അങ്ങനത്തെയാണ്, ഒരു പ്രത്യേക മോഡലാണ്. ഞാനിതൊരു കൃഷി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു പയർ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഞാൻ ഒരുപാട് കൃഷികൾ ചെയ്യാറുണ്ട്. പയറൊക്കെ കണ്ടോ, നല്ല കണ്ടമാനം പയറുണ്ട്. ഇതിനകത്ത് മാല പോലെ തൂങ്ങിക്കിടക്കും. നല്ല നീളമുള്ള പയറുണ്ടാണ്. തറയിലാണ് കിടക്കുന്നത്. 1 മീറ്റർ നീളം വരും. നല്ല തറയിലാണ് കിടക്കുന്ന പയറൊക്കെ, നല്ല നീളം കൂടിയ പയർ. ഇതിൻ്റെ വിത്ത് എൻ്റെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറയുക, തരാം. ഉണ്ടമുളകിൻ്റെ തൈയാണ്. 10-200 മൂട്. നല്ല കണ്ടമാനം തൈ ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട്. ഉണ്ടമുളകിൻ്റെ നല്ല വളർച്ചയുണ്ട്. ഇതിൻ്റെ ഇലയുടെ വലിപ്പം കണ്ടില്ലേ, നല്ല വലിപ്പം. ഉണ്ടമുളകിൻ്റെ വയലറ്റ് മുളകാണ്. അതൊരു 5-6 മൂടേ കിട്ടിയുള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത്. നല്ലവണ്ണം വളർന്നു വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വ്ളാത്തങ്കര ചീര വെച്ചായിരുന്നു. അത് കുഴപ്പമില്ല, മഴയാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ കയറി വരും. പയർ കണ്ട നല്ലവണ്ണം വളർന്നു വരുന്നുണ്ട്. പയറിൻ്റെ വിത്ത് വേണമെങ്കിൽ ചോദിക്കുക. ഇത് കേബേജും ബീട്രൂട്ടല്ല, കോളിഫ്ലവറിൻ്റെ തൈ ഒരു 10-50 മൂട് വെച്ചിട്ടുണ്ട്.